മെഡ്രാസിലേക്ക് പോകാൻ വേണ്ടി കാശില്ലാതെ എൻ്റെ ടാക്സി ഡ്രൈവറായ എൻ്റെ കൂട്ടുകാരൻ മാത്യൂസിൻ്റെ കൂടെ ഇറങ്ങുമ്പോൾ കൂടെ സഹായിയായിട്ട് വന്ന, പൈസ ഇല്ലാതെ സഹായിക്കാൻ വന്ന എൻ്റെ തങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ പടത്തിൽ അഭിനയിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരൻ, പ്രശസ്തനായ ഒരു കൂട്ടുകാരൻ എൻ്റെ മകളുടെ കല്യാണത്തിന് വരും എന്നുള്ളതാണ് ആ ക്യാരക്ടറിൻ്റെ ഇത്. ആ ഒരു സംഗതി എന്നോട് പറഞ്ഞപ്പോൾ തങ്ങളെ ഓർത്തിട്ടാണ്. തങ്ങളുടെ ഓർമ്മ ഒരിക്കലും എൻ്റെ ഹൃദയത്തിൽ നിന്ന് പോകില്ല. കാരണം ആ പോക്ക് ഞങ്ങളുടെ ഏറ്റവും എൻ്റെ ജീവിതത്തിലെ ഈ നിലയ്ക്ക് നിങ്ങളുടെ മുൻപിൽ നിന്ന് സംസാരിക്കാൻ പോലും ഇടയാക്കി തന്ന പോക്കായിരുന്നു. അതിന് തങ്ങളാണ്, എൻ്റെ കൊച്ചിയിലെ തങ്ങളാണ് കൂട്ടുനിന്നത്. കൂട്ടുനിന്നെന്ന് വെച്ചാൽ ഇത്രയും ജീവിതത്തിൽ ഒരു കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ എൻ്റെ പല കൂട്ടുകാരുണ്ടെങ്കിലും എൻ്റെ ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ കൂടെ നിന്നത് തങ്ങളാണ്. ആ തങ്ങളുടെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടാണ് മാത്യൂസ്, മത്തായി എന്ന് പറയും. മത്തായി ടാക്സി ഡ്രൈവറാണ്. അദ്ദേഹം കൂടെ ചേർന്നാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി മുണമുണത്തപ്പോൾ പറഞ്ഞ് എന്താണ്, അയാളൊരു ടഫാണ്. അദ്ദേഹം പറഞ്ഞു എന്താണ് രണ്ടും കൂടി അല്ല. ഇപ്പം തങ്ങളാണ് പറഞ്ഞു, ഞാനൊന്നും വേണ്ടിയില്ല. ഞങ്ങൾ പറഞ്ഞു അല്ല ഞങ്ങൾ മദ്രാസിലേക്ക് പോകണം. ആ പോയിക്കോ, അതിനല്ലേ ഞാൻ വന്നത്. കാശോ ഇനി ടാക്സി ഡ്രൈവറുമാണ് ഞാൻ, ടാക്സിയും കൊണ്ടുവന്ന് പിന്നെ അത് കാശും കൂടി തരണോ? അങ്ങനെ 16 രൂപയും കൊണ്ടാണ് ഇവിടെ വരെ എത്തിയത്. ഓക്കെ, താങ്ക് യു ദാസേട്ടാ. ഓക്കെ, ജിൻഷയുടെ പാട്ടിന്റെ അഭിപ്രായം നമുക്ക് സുജാത ചേച്ചിയോട് ചോദിക്കാം. ജിൻഷ ശരിക്കും ഒരു സെലിബ്രേഷൻ മൂഡ് തന്നെയായിരുന്നു. എസ്പെഷ്യലി ജിൻഷയുടെ ഫസ്റ്റ് പല്ലവി ഒന്ന് സ്റ്റഡി ആവാൻ കുറച്ച് നേരം എടുത്തു. ചരണത്തിന്റെ ഫസ്റ്റ് ലൈനും സെക്കൻഡ് ചരണത്തിന്റെ